നമസ്കാരം. നൽകുന്ന ആനുകൂല്യങ്ങൾ കൊണ്ടും കൊടുക്കുന്ന നേട്ടങ്ങൾ കൊണ്ടും എതിരാളികളെയും സ്വന്തം ഉപയോക്താക്കളെയും എന്നും ഞെട്ടിപ്പിച്ചിട്ടുള്ള കമ്പനിയാണ് BSNL. ആ പതിവ് ഇപ്പോഴും അവർ മുറ തെറ്റാതെ തുടരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പഴയ പ്രതാപത്തോടു കൂടി വിശാലമായ ഇന്ത്യൻ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ലായിരുന്നു. അതാണ് BSNLനെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം. നിലവിൽ മുകേഷ് അംബാനിയുടെ ജിയോ BSNLനെ വീഴ്ത്താൻ പഠിച്ച പണി 18 പയറ്റി നോക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇരു കമ്പനികളും നേരിട്ട് ഏറ്റുമുട്ടുന്നത് റീചാർജ് പ്ലാനുകളിലൂടെയാണ്. ജിയോ ടെലികോം വിപണിയിൽ താരതമ്യേന ശിശുവാണ്. ഒരു പതിറ്റാണ്ട് പോലും പിന്നിട്ടിട്ടില്ലാത്ത അവർക്ക് BSNLന്റെ അത്രയും അനുഭവങ്ങളുമില്ല. എന്നിട്ടും അവർ തങ്ങളാൽ കഴിയുന്ന വിധം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. റീചാർജ് പ്ലാനുകളാണ് ഇരു കമ്പനികളുടെയും ആയുധമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് തന്നെ ഒന്നിലധികം തരത്തിലുണ്ട്. പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും എന്ന നിലയിലല്ല, ദീർഘകാലവും കുറഞ്ഞ കാലാവധിയും ഉള്ളത് എന്ന നിലകളിൽ ഉള്ളതാണ് ഉദ്ദേശിച്ചത്. ഇതിൽ ദീർഘകാല പ്ലാനുകളിൽ BSNLനെ വെല്ലാൻ നിലവിൽ ആരും തന്നെയില്ല. എന്നാൽ ഹ്രസ്വകാല പ്ലാനുകളുടെ കാര്യത്തിൽ ഇതേ സമീപനം തന്നെയാണ് BSNL ഇപ്പോൾ വെച്ചു പുലർത്തുന്നത്. അതിന്റെ ഉദാഹരണമായി ഒട്ടേറെ റീചാർജ് പ്ലാനുകൾ അവർ പുതുതായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ 30 ദിവസം ദൈർഘ്യമുള്ള ഒരു പ്ലാനുമുണ്ട്. അതിൽ ഡാറ്റ, ഫ്രീ കോള് തുടങ്ങിയ എല്ലാവിധ ആനുകൂല്യങ്ങളും കുറഞ്ഞ വിലയിൽ ഉപയോക്താക്കൾക്ക് ലഭ്യമാവുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഓഫറിന്റെ പ്രത്യേകതകളെന്ന് നോക്കാം. BSNL 199 റീചാർജ് പ്ലാൻ. BSNLന്റെ 199 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ നിരവധി മികച്ച ആനുകൂല്യങ്ങളാണ് ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇത് ഒരു മാസം അഥവാ 30 ദിവസം കാലാവധി നൽകുന്ന ഒരു പ്ലാൻ ആണെന്ന് ഓർക്കണം. മറ്റ് സ്വകാര്യ കമ്പനികൾ ഒരു മാസം എന്ന നിലയിൽ 28 ദിവസത്തെ കാലാവധി മാത്രം നൽകുന്ന സ്ഥാനത്താണിത്. കാലാവധിയിൽ ഈ വർധനവ് മാത്രമല്ല, ഉപയോക്താക്കൾക്ക് പ്രതിദിനം 2 GB ഡാറ്റയും ഒരു മാസത്തേക്ക് അൺലിമിറ്റഡ് കോളിംഗ് സേവനവും ഈ പ്ലാനിലൂടെ ലഭ്യമാകും. കൂടാതെ പ്രതിദിനം 100 സൗജന്യ SMS അയക്കാനുള്ള അവസരവും നിങ്ങൾക്ക് പ്ലാനിലൂടെ BSNL വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ദിവസേന ചെലവാകുന്ന പണത്തിന്റെ കണക്കെടുത്താൽ 7 രൂപ പോലും വരില്ലെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ BSNLനെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ അവർക്ക് അതിവേഗ ഇന്റർനെറ്റ് സൗകര്യമായ 5Gയുടെ ആക്സസ് ഇല്ലെന്നത് മാത്രമാണ്. ഈ ഒരു കാര്യത്തിൽ ജിയോയും എയർടെലും ഒരു പടി മുകളിലാണ്. എന്നാൽ അടുത്ത വർഷം പകുതിയോടെ BSNL 5G സേവനങ്ങൾ രാജ്യത്തുടനീളം അവതരിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ BSNL പുതിയ വരിക്കാരെ സ്വന്തമാക്കുന്നത് വീണ്ടും തുടരുകയാണ്. 2024 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 3.6 ദശലക്ഷം മൊബൈൽ ഉപയോക്താക്കളെ BSNL പുതുതായി സ്വന്തമാക്കിയെന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ പുതുതായി വരിക്കാരെ സ്വന്തമാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും BSNLലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വൻ ഇടിവുണ്ടായിട്ടുണ്ട്. കാരണം ജൂലൈ മുതൽ ഇങ്ങോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ BSNLലേക്ക് ആളുകൾ എത്തുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്.